തനിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകൾ മുദ്രവെച്ച കവറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചു. 3 പ്രധാന തെളിവുകളാണ് രാഹുൽ ഹാജരാക്കിയത്. പരാതിക്കാരിയുടെ മൊഴിയെ ഖണ്ഡിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ തെളിവുകൾ കേസിൽ രാഹുലിന് അനുകൂലമായ വഴിത്തിരിവുണ്ടാക്കുമോ എന്നാണ് അറിയേണ്ടുന്നത്. കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഇവയാണ്: ഫോട്ടോകൾ, പരാതിക്കാരിയുമായിട്ടുള്ള സംഭാഷണങ്ങളുടെ ആധികാരികത ഉറപ്പിക്കുന്നതിനുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റായ വാട്സപ്പ് ചാറ്റുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ഫോൺ കോളുകളുടെ റെക്കോർഡുകൾ എന്നിവയാണ് നൽകിയത്. പെൻഡ്രൈവിലായി ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ ആധികാരികമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത്. ഈ തെളിവുകളുടെ ഉള്ളടക്കം എന്താണെന്നതിൽ ഇപ്പോൾ സസ്പെൻസ് തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഫ്ളാറ്റ് വിട്ട് ഒളിവിൽ പോയത് അതിസൂക്ഷ്മമായാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം CCTV ക്യാമറകൾ ഇല്ലാത്ത റോഡുകൾ മാത്രം തിരഞ്ഞെടുത്താണ് രാഹുൽ സഞ്ചരിച്ചത്. രാഹുലിനെ പിന്തുടരുന്ന പോലീസിനെ കബളിപ്പിക്കാനായി രാഹുൽ സഞ്ചരിച്ച ചുവന്ന കാർ മാത്രമായി പല വഴികളിലൂടെ സഞ്ചരിച്ചതായും സൂചനയുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ വിശദമായ CCTV പരിശോധനകൾക്ക് ശേഷവും രാഹുൽ പോയ കൃത്യമായ റൂട്ട് അവ്യക്തമായി തുടരുകയാണ്. ഇന്നും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് ഊർജിതമായി തുടരുന്നു. കാർ സ്ഥിരമായി പാലക്കാട് ഉണ്ടാകാറില്ലെന്നും ഉടമ ആരെന്നറിയില്ലെന്നും MLAയുടെ ഓഫീസ് ജീവനക്കാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നതായിട്ടുള്ള സംശയത്തിന് പിന്നാലെ SIT സംഘം തമിഴ്നാട്ടിലും പരിശോധന തുടങ്ങി. രാഹുൽ കണ്ണാടിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വ്യാപൃതനായിരിക്കെയാണ് തിരുവനന്തപുരത്ത് യുവതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയത്. ഇതിനു പിന്നാലെ ഒരു ചുവന്ന കാറിൽ കയറി പോവുകയായിരുന്നു രാഹുൽ. ഈ കാർ രാഹുലിന്റെ സുഹൃത്തായ സിനിമാ താരത്തിൻ്റെതാണെന്നാണ് വിവരം. ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് രാഹുലിനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. രാഹുലിനെ കണ്ടെത്താനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ ഓരോ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. രാഹുലിനെ വലയിലാക്കാൻ അധികം വൈകില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അതേസമയം രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായ സംഭവത്തിൽ ഫ്ളാറ്റ് കെയർ ടേക്കറെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട് കുന്നത്തൂർമേട്ടിലെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ കെയർ ടേക്കറെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഫ്ളാറ്റിലെ DVRൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇതാണ് കേസ് അന്വേഷിക്കുന്ന SITക്ക് വലിയ സംശയം ജനിപ്പിച്ചത്. അപ്പാർട്ട്മെന്റ് കെയർ ടേക്കറെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ രാഹുൽ ദൃശ്യങ്ങൾ നീക്കം ചെയ്യിച്ചെന്നാണ് നിലവിലെ സംശയം. രാഹുൽ ഫ്ളാറ്റിൽ നിന്ന് പോയ സമയം, ഉപയോഗിച്ച വാഹനം, ഒപ്പമുണ്ടായിരുന്നവർ തുടങ്ങിയ നിർണായക വിവരങ്ങൾ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്താനായിരുന്നു അന്വേഷണ സംഘം ശ്രമിച്ചത്. എന്നാൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട DVR നിലവിൽ SR കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കവേ നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതിൽ നിന്നായിരുന്നു MLA മുങ്ങിയത് ഒരു സിനിമാ താരത്തിന്റെ പോളോ കാറിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ഈ കണ്ടെത്തൽ. ഈ ചുവന്ന കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു. കേസിലെ കൂട്ടുപ്രതിയായ ജോബി ജോസഫും രാഹുലിനൊപ്പം ഈ കാറിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം, ഡ്രൈവർ എന്നിവരെയും SIT ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ മെയ്യിൽ ഫ്ളാറ്റിൽ വെച്ച് രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. രാഹുലിനെ കണ്ടെത്താനായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും മറ്റു ബന്ധുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.